ഈ വർഷത്തെ ഒരേ ഒരു MCU സിനിമയായ ഡെഡ്പൂൾ ആൻഡ് വൂൾവറീൻ അങ്ങനെ റിലീസ് ആവുകയാണ്. എന്നാൽ ഇത് ജസ്റ്റ് എ ന്യൂ MCU മൂവി മാത്രമല്ല, MCU തന്നെ ഉണ്ടാകാൻ വലിയൊരു ഇൻസ്പിറേഷനായ 20th സെഞ്ചുറി ഫോക്സിന്റെ എക്സ്മെൻ ഫ്രാഞ്ചൈസിക്കുള്ള ഒരു ട്രിബ്യൂട്ട് കൂടിയാണ്. മാർവൽ ഫാൻസിന്റെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് ശേഷം ഡെഡ്പൂളും വൂൾവറീനും അങ്ങനെ MCUയിലേക്ക് ഒഫീഷ്യലി കാലെടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് ക്യാരക്ടേഴ്സിന്റെയും സിനിമയിലെ മറ്റു പ്രധാന എലമെന്റ്സിന്റെയും കോമിക്സിലൂടെയും അല്ലാതെയുമുള്ള ഹിസ്റ്ററിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡെഡ്പൂൾ 1990-ലാണ് റൈറ്റർ ഫാബിയൻ നിഷ്യേസയും ആർട്ടിസ്റ്റ് റോബ് ലൈഫീൽഡും ചേർന്ന് ന്യൂ മ്യൂട്ടൻസ് ഇഷ്യൂ നമ്പർ 98-ൽ ഡെഡ്പൂളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹൈലി റീജനറേറ്റീവ് എബിലിറ്റീസ് ഉള്ള കനേഡിയൻ മെർസൻ്റായ വേഡ് വിൽസണ് ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്ത് റീഡേഴ്സുമായി നേരിട്ട് സംസാരിക്കാനുള്ള എബിലിറ്റി ഉണ്ടായിരുന്നു. ന്യൂ മ്യൂട്ടൻസിൻ്റെയും എക്സ്പോഴ്സിൻ്റെയും ഒക്കെ വില്ലനായി ആദ്യം വന്ന ഡെഡ്പൂൾ പിന്നീട് ഒരു ആൻറ്റി ഹീറോ പരിവേഷത്തിലേക്ക് മാറുന്നു. അങ്ങനെ മാർവലിലെ മ്യൂട്ടൻ ക്യാരക്ടേഴ്സിൽ ഫാൻ ബേസ് ഉള്ള മറ്റൊരാളായി ഡെഡ്പൂൾ ഉയർന്നു വന്നു. 2004 ഇറങ്ങിയ കേബിൾ ആൻഡ് ഡെഡ്പൂൾ കോമിക്കിൽ തൻ്റെ രൂപം ആക്ടർ റയാൻ റെയ്നോൾസും ഷാർപ്പൈ എന്നതിനും നായ്ക്കളുടെ രൂപവും തമ്മിൽ ക്രോസ് ആയതുപോലെയാണെന്ന രീതിയിൽ പറയുന്നൊരു ഫൺ സീൻ ഉണ്ടായിരുന്നു. ഇത് വായിച്ച റയാന് ഡെഡ്പൂളായി സിനിമയിൽ വരണമെന്ന് ആഗ്രഹമായി. അങ്ങനെ 2009 ഇറങ്ങിയ എക്സ്മെൻ ഒറിജിൻസ് വൂൾവറീൻ റയാൻ ഡെഡ്പൂളായി വേഷമിട്ടു. എന്നാൽ കോമിക്സിലെ ഡെഡ്പൂളുമായി ഒരു ക്യാരക്ടറൈസേഷൻ സാമ്യത പോലും ഇല്ലാതെ തുന്നിക്കെട്ടി ഈ ഡെഡ്പൂളിന് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. എന്നാൽ ഈ ഡെഡ്പൂളിന് സ്പിൻ ഓഫ് മൂവി ഡെവലപ്മെൻറ്റിൽ മുന്നോട്ട് പോയി. പക്ഷേ റയാൻ നായകനായെത്തിയ DC സൂപ്പർ ഹീറോ മൂവി ഗ്രീൻ ലാൻഡൻ പരാജയപ്പെട്ടതോടെ R-rated കൂടിയ ഡെഡ്പൂൾ സിനിമയുടെ കാര്യത്തിൽ തീരുമാനമായി. എന്നാൽ റയാൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ആ സമയത്ത് സിനിമയുടെ ഡയറക്ടറായിരുന്ന ടിം മില്ലറിൻ്റെ ആനിമേഷൻ കമ്പനിയായ ബ്ലർ സ്റ്റുഡിയോയിൽ ഡെഡ്പൂളിൻ്റെ ഒരു 3D CGI സീക്വൻസ് ഫോക്സിന് പിച്ച് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി. റയാൻ തന്നെ ഡെഡ്പൂളിന് ശബ്ദവും നൽകി. എന്നാൽ ഈ ഫുട്ടേജ് ഫോക്സിനെ തൃപ്തിപ്പെടുത്തിയില്ല. 2014 ഈ ഫുട്ടേജ് എങ്ങനെയോ ഇൻ്റർനെറ്റിൽ ലീക്കായി. ഇത് കണ്ട ലോകമെമ്പാടുമുള്ള മാർവൽ ഫാൻസ് ഡെഡ്പൂളിൻ്റെ ഫുൾ ഫ്ലെഡ്ജ്ഡ് മൂവി ഇറക്കാൻ മുറവിളി കൂട്ടി. അങ്ങനെ ഫോക്സ് അവസാനം ഡെഡ്പൂൾ സിനിമ ടിം മില്ലർ തന്നെ സംവിധാനം ചെയ്ത് ഇറക്കാൻ തീരുമാനിക്കുന്നു. ഇന്ന് വരെ ആരാണ് ആ ഫുട്ടേജ് ഇൻ്റർനെറ്റിൽ ലീക്കാക്കിയതെന്ന് യാതൊരു വിവരവുമില്ല. എന്തായാലും 2016 റിലീസായ ഡെഡ്പൂൾ R-rated ആയിരുന്നിട്ട് കൂടി വമ്പൻ വിജയമായി മാറി. PG-13 സിനിമകളുമായി MCU ലോകം കീഴടക്കുമ്പോൾ R-rated ആയിട്ട് ഡെഡ്പൂൾ വേറിട്ട് നിന്നു. ഫോക്സിൻ്റെ എക്സ്മെൻ ഫ്രാഞ്ചൈസിയിലാണെങ്കിലും മറ്റ് സിനിമകളുമായി അധികം കണക്ഷൻ ഇല്ലാത്ത ഒരു സ്റ്റാൻഡലോൺ യൂണിവേഴ്സ് പോലെ ഡെഡ്പൂൾ നിലനിന്നു. 2018 ഡെഡ്പൂളിൻ്റെ രണ്ടാം ഭാഗവും റിലീസായി. കൂടാതെ രണ്ടാം ഭാഗത്തിന് PG-13 വെർഷനായ വൺസ് അപ്പോൺ എ ഡെഡ്പൂളും ആ വർഷം തന്നെ റിലീസായി. പിന്നീട് 20th സെഞ്ചുറി ഫോക്സിനെ ഡിസ്നി വാങ്ങിയതോടെ എക്സ്മെനും ഡെഡ്പൂളും എല്ലാം മാർവലിൻ്റെ കയ്യിലെത്തി. അങ്ങനെയാണ് റയാൻ തൻ്റെ ഉറ്റ സുഹൃത്തായ ഹ്യൂ ജാക്മാനെ വീണ്ടും വൂൾവറീനാക്കി ഇപ്പോൾ തിരികെ കൊണ്ടുവന്ന് ഡെഡ്പൂൾ ആൻഡ് വൂൾവറീൻ റിലീസാക്കുന്നത്. വൂൾവറീൻ 1974 ഇൻക്രെഡിബിൾ ഹൾക്കിൻ്റെ കോമിക്സിൽ വില്ലനായിട്ടാണ് വൂൾവറീനെ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. റൈറ്റർ ലെൻ വെയിനും ആർട്ടിസ്റ്റ് ജോൺ റൊമീത്ത സീനിയറും ചേർന്നാണ് വൂൾവറീനെ ക്രിയേറ്റ് ചെയ്തത്. 1975 വൂൾവറീൻ എക്സ്മെൻ ടീം മെമ്പറായി മാറുന്നതോടെയാണ് വില്ലനിൽ നിന്നും ആൻറ്റി ഹീറോയിലേക്കുള്ള മാറ്റം സംഭവിക്കുന്നത്. 1992 ആരംഭിച്ച എക്സ്മെൻ്റെ ആനിമേറ്റഡ് സീരീസ് വലിയൊരു സക്സസ് ആയത് വൂൾവറീൻ്റെ പോപ്പുലാരിറ്റിയും ഫാൻ ബേസും കൂട്ടാൻ കാരണമായി. 2000 എക്സ്മെൻ സിനിമയിലാണ് ഹ്യൂ ജാക്മാൻ വൂൾവറീൻ്റെ വേഷമെടുത്തത്. പിന്നീട് വലിയൊരു ഫ്രാഞ്ചൈസിയായി മാറിയ എക്സ്മെൻ്റെ ഫേസ് തന്നെ ഹ്യൂ ജാക്മാൻ വൂൾവറീനായി. ആകെ ഇറങ്ങിയ 11 എക്സ്മെൻ സിനിമകളിൽ 9 എണ്ണത്തിലും ഹ്യൂ വൂൾവറീനായി എത്തി. എക്സ്മെൻ ഫ്രാഞ്ചൈസിയിൽ മറ്റു മെയിൻ ക്യാരക്ടേഴ്സിന് പോലും സോളോ ഫിലിം കിട്ടാത്തപ്പോൾ വൂൾവറീന് കിട്ടിയത് ഒരു ട്രിലജി ആണെന്നത് ഈ കഥാപാത്രത്തെ പ്രേക്ഷകർ എത്രമാത്രം ഏറ്റെടുത്തു എന്നതിന് തെളിവാണ്. ലോഗനിൽ അവസാനിച്ച് ഹ്യൂ ജാക്മാൻ ഇപ്പോഴത്തെ മറ്റൊരു വൂൾവറീൻ വേരിയൻ്റായി ഡെഡ്പൂൾ ആൻഡ് വൂൾവറീനിൽ എത്തുന്നു. അങ്ങനെ വില്ലന്മാരായി തുടങ്ങിയ ആൻറ്റി ഹീറോസായി പിന്നെ മാറിയ സിമിലർ പവേഴ്സുള്ള രണ്ട് മാർവൽ കഥാപാത്രങ്ങൾ. ഇരുവരും ലോകമെമ്പാടും ജനപ്രീതി നേടിയത് ഫോക്സിൻ്റെ എക്സ്മെൻ ഫിലിം ഫ്രാഞ്ചൈസി കാരണം. അഭിനയിക്കുന്നതാകട്ടെ ഹോളിവുഡിലെ വലിയ രണ്ട് കൂട്ടുകാരും. ഇപ്പോഴത്തെ MCUയിലേക്ക് അവർ ഒരുമിച്ചെത്തുന്നു. ഫാൻസിൻ്റെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിൽ കോമിക്സിലേക്ക് വന്നാൽ 1994 വൂൾവറീൻ ഇഷ്യൂ നമ്പർ 88-ലാണ് ആദ്യമായി ഇരുവരും ഒരുമിച്ചെത്തുന്നത്. അന്ന് പൊരിഞ്ഞ പോരാട്ടം തന്നെയായിരുന്നു ഇരുവരും തമ്മിൽ. എന്നാൽ ഇവഞ്ച്വലി ത്രൂ ഔട്ട് ദ ഇയേഴ്സ് ഈ രണ്ട് ക്യാരക്ടേഴ്സും ഫ്രണ്ട്സായി മാറുന്നു. ഈ സിനിമയിൽ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് റോളിൽ വരുന്ന ക്യാരക്ടറാണ് കസാന്ദ്ര നോവ. 2001 ന്യൂ എക്സ്മെൻ ഇഷ്യൂ നമ്പർ 114-ലാണ് ലെജൻഡറി റൈറ്റർ ഗ്രാൻഡ് മോറിസണും ആർട്ടിസ്റ്റ് ഫ്രാങ്ക് വൈറ്റ്ലിയും ചേർന്ന് കസാന്ദ്ര നോവ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൊഫസർ എക്സിൻ്റെ ട്വിൻ സിസ്റ്ററാണ് കസാന്ദ്ര. അമ്മയുടെ ഉയരത്തിൽ വെച്ച് തന്നെ കസാന്ദ്രയിലെ ഈവിൾ എനർജി മനസ്സിലാക്കിയ സേവിയർ കസാന്ദ്രയെ കൊല്ലുന്നു. എന്നാൽ കസാന്ദ്രയുടെ ലൈഫ് ഫോഴ്സ് ഒരു മുമ്മുദ്രൈ അഥവാ ആൻറ്റി സെൽഫായി മാറുന്നു. ഒരു പാരസറ്റിക് ലൈഫ് ഫോമാണ് മുമ്മുദ്രൈ. അങ്ങനെ സേവിയറിൻ്റെ മൈൻഡുമായി എൻറ്റാങ്കിൾഡായ കസാന്ദ്ര സേവിയറിൻ്റെ ടെലിപ്പാത്തിക് പവേഴ്സ് ഉപയോഗിച്ച് തൻ്റെ ആത്മാവിനെ മറ്റൊരു ശരീരത്തിൻ്റെ ഉള്ളിലെത്തിക്കുന്നു. സേവിയറിനോട് റിവഞ്ചുള്ള കസാന്ദ്ര സേവിയറിൻ്റെ ഐഡിയോളജീസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. കോമിക്സിൽ ഒരിക്കലും മ്യൂട്ടൻ ഹോംലാൻഡായ ജനോഷ തകർത്ത് 1.5 കോടിക്ക് മുകളിൽ വരുന്ന മ്യൂട്ടൻസിനെ കൊല്ലാൻ വേണ്ടി സെന്റിനൽസിനെ വരെ കസാന്ദ്ര അയക്കുന്നുണ്ട്. അത്രത്തോളം ഈവിളാണ് ഈ ക്യാരക്ടർ. സേവിയറിനെ പോലെ ടെലിപ്പതി മാത്രമല്ല ടെലക്കനീസിസ്, മൈൻഡ് കൺട്രോൾ, മാജിക്കിനോടുള്ള മ്യൂട്ട് എന്നിങ്ങനെ നിരവധി പവേഴ്സും കസാന്ദ്രയ്ക്കുണ്ട്. പ്രിൻസസ് ഡയാനയായി നെറ്റ്ഫ്ലിക്സിൻ്റെ ദ ക്രൗൺ സീരീസിൽ അഭിനയിച്ച എമ്മ കോറിനാണ് സിനിമയിൽ കസാന്ദ്ര നോവയുടെ വേഷമിടുന്നത്. ലോക്കി സീരീസിൽ നമ്മൾ കണ്ട ടൈം വേരിയൻസ് അതോറിറ്റി അഥവാ TVA ഡെഡ്പൂൾ ആൻഡ് വൂൾവറീനിൽ ഒരു പ്രധാന റോൾ വരുന്നുണ്ട്. കൂടാതെ മുൻ എക്സ്മെൻ സിനിമകളിലെ ക്യാരക്ടേഴ്സായ ലോറ ലോഗൻ, പൈറോ, സേബർ ടൂത്ത്, അസൈസൽ, ഡെത്ത് സ്ട്രൈക്ക്, ടോഡ് തുടങ്ങി നിരവധി പേർ ഈ സിനിമയിൽ കെമിയോ റോൾസിലുണ്ടാകും. ഈ സിനിമകളൊന്നും കാണാൻ നിങ്ങൾക്ക് സമയം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ അതിൻ്റെ എല്ലാം റീക്യാപ്പ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ. ഹ്യൂ ജാക്മാനൊപ്പം റിയൽ സ്റ്റീലും റയാൻ റെയ്നോൾഡ്സിനൊപ്പം ഫ്രീ ഗായും ദ ആഡം പ്രൊജക്റ്റും ചെയ്ത ഷോൺ ലെവിയാണ് ഡെഡ്പൂൾ ആൻഡ് വൂൾവറീൻ സംവിധാനം ചെയ്യുക. ഷോണൊപ്പം റയാനും മറ്റു 3 റൈറ്റേഴ്സും ചേർന്നാണ് സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. MCUയിലെ ആദ്യ R-rated ചിത്രമാണ് ഡെഡ്പൂൾ ആൻഡ് വൂൾവറീൻ. MCUവിൻ്റെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ കൽപ്പുള്ള ഈ ചിത്രം ഏർലി പ്രഡിക്ഷൻസ് പ്രകാരം ഏറ്റവും കൂടുതൽ കളക്ഷൻ വരുന്ന R-rated ചിത്രമാകാൻ എല്ലാ സാധ്യതയുമുണ്ട്.
വലിയൊരു ഇമ്പാക്റ്റ് നൽകുന്ന സിനിമയില്ലാതെ കുറച്ചു കാലമായി കടന്നു പോകുന്ന മാർവലിന് വലിയൊരു തിരിച്ചുവരവ് തന്നെയാകും ഈ സിനിമ. MCUവിൻ്റെ തിരിച്ചുവരവും എക്സ്മെൻ ഫ്രാഞ്ചൈസികളുടെ ട്രിബ്യൂട്ടും കൂടി ആകുമ്പോൾ മാർവൽ ഫാൻസിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയാകും ഡെഡ്പൂൾ ആൻഡ് വുൾവറിൻ സമ്മാനിക്കുക എന്നത് തീർച്ച. ഡെഡ്പൂൾ ആൻഡ് വുൾവറിൻ സിനിമ കാണുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും കണ്ടിരിക്കേണ്ട സിനിമകളും അതിൻ്റെ റീക്യാപ്പും അടക്കം നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ ചാനൽ ചെക്കൗട്ട് ചെയ്ത് ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങളുടെ പേജും ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ഇനി മറ്റുള്ളവരെ കണ്ടുപിടുന്നവരായിരിക്കും. ദിസ് ഈസ് റിനൻ ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം കൊമിക് മന്ത്ര.